ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാരത്തിന്റെ തലേനാൾ ആകാശത്ത് വീണ്ടും മഴവില്ല് തെളിഞ്ഞു. പാപ്പയുടെ മുഖത്ത് വെള്ള തുണിയിട്ട് ഭൗതികദേഹം അടയ്ക്കുന്ന സമയത്താണ് ആകാശത്ത് മഴവില്ല് കാണപ്പെട്ടത്. ഫ്രാൻസിസ് പാപ്പ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്തും ആകാശത്ത് മഴവില്ല് കാണപ്പെട്ടിരുന്നു. ഇറ്റലിയിലെ മലയാളി കന്യാസ്ത്രീകൾ പങ്കുവച്ചതാണ് ഈ വീഡിയോ. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 5:45-6 മണിയോട് കൂടിയാണ്, 5:30 എന്തായാലും 6 മണിയുടെ ഇടയിലാണ് അപ്പം ഞങ്ങൾക്ക് നല്ല തെളിഞ്ഞു നിൽക്കുമായിരുന്നു, ഇങ്ങനെ മഴയൊന്നുമില്ലാതെ. പെട്ടെന്ന് മേഘമൊക്കെ അങ്ങോട്ട് ഇരുണ്ടു വന്ന് പിന്നെ ചെറിയ കാറ്റും. അപ്പം ഞാൻ ഓർത്ത് മഴ പെയ്യുമായിരിക്കും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട്. കാരണം അവിടുത്തെ പ്രോഗ്രാമൊക്കെ എല്ലാം നന്നായി പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ജല്ലിക്കൂടെ ഞാൻ തുറന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ഉണ്ട് കാർമേഘമൊക്കെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇനി കാർമേഘത്തിൽ ദൈവം വരുന്നുണ്ടോ. അപ്പം ഇങ്ങനെ സാധാരണ പറയുന്നുണ്ടല്ലോ, ഇടിമുഴക്കത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും, മേഘത്തിൻ്റെ ഉള്ളിൽ വരുമെന്നൊക്കെ. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മഴ എന്ന് പറഞ്ഞാൽ നല്ലൊരു കുളിർമയുള്ളൊരു മഴ, ചെറിയൊരു കാറ്റും. ആ കാറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ വീഡിയോ എടുത്തതിൻ്റെ അകത്ത്. ഭയങ്കര കാറ്റില്ല, ചെറിയ അങ്ങനെ കാറ്റ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ സ്ഥലത്ത് നിന്നിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ വേഗം എൻ്റെ ആശുപത്രിയുടെ ഭാഗത്തേക്ക് പോയി നോക്കും. അപ്പോൾ നല്ലോണം തെളിഞ്ഞു നിൽക്കുന്നു 2 മഴവില്ല്. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഇറ്റലിയിലെ ജനങ്ങളെല്ലാം തമ്പുരാന് ഓർത്തുള്ള ഈ സമയത്ത്, ദൈവം ഓർക്കുന്ന സമയമാണല്ലോ, മനുഷ്യരെയും ജീവജാലങ്ങളെയും ഓർക്കുമ്പോൾ ആണല്ലോ മേഘങ്ങൾക്കിടയിൽ മഴവില്ല് വിരിക്കുന്നത്. അപ്പം മാർപ്പാപ്പയുടെ അടക്കല്ലേ, അപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നതല്ലേ. അതുകൊണ്ട് ദൈവം സംരക്ഷിക്കുന്നതാണ് ശരിക്കും. അതുകൊണ്ട് അത് നോക്കിയാണ് ഞാൻ വേഗം വീഡിയോയും എടുത്ത് ഫോട്ടോയും എടുത്ത് ഞാൻ കുറേ പ്രാർത്ഥിച്ചു മാർപ്പാപ്പയ്ക്ക് വേണ്ടി. അതിന് മുന്നേ മാർപ്പാപ്പ ആശുപത്രി കിടന്ന സമയത്ത് മാർപ്പാപ്പയുടെ ആശുപത്രിയുടെ മുകളിൽ മഴവില്ല് വിരിഞ്ഞു ശരിക്കും. അതൊക്കെ നമ്മൾക്ക് കാണുന്നുണ്ടായിരുന്നു, നമ്മൾ വീഡിയോയിലും ഇതിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് നന്നായി കാണാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാഞ്ഞുപോയിട്ട് ഞാൻ ഒന്നോടെ എൻ്റെ റൂമിൽ വന്ന് ഞാൻ വീഡിയോ കണ്ടു. അന്ന് ഞാൻ ഓർത്ത് ഒന്നോടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ചെറിയ മാഞ്ഞു തുടങ്ങി. പിന്നെ നന്നായി ഒന്നോടെ വിരിഞ്ഞു വന്നു. അപ്പം ഞാൻ ഒരു വീഡിയോ അങ്ങനെ എടുത്തു, 2 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഇതാണ് സംഭവം ശരിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം ഇത് കണ്ടു. അപ്പോൾ ഇതിലെ എല്ലാ ജനങ്ങൾക്കും ദൈവം ഓർത്ത് എല്ലാ സംരക്ഷണം കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം 10 മണിക്കാണല്ലോ മാർപ്പാപ്പയുടെ അടക്കം. ഞങ്ങളുടെ ഇവിടുത്തെ 10 മണിക്ക്, നിങ്ങളവിടെ 1:30 ആയിരിക്കും. അതാണ് സംഭവം വന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇട്ടുകൊടുത്തതാണ്. ശരിക്കും ദൈവം ഓർക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഞാൻ അങ്ങോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇട്ടുകൊടുത്ത കേട്ടോ. ഞങ്ങളുടെ ഈ ആശുപത്രിയുടെ പേരെന്ന് പറഞ്ഞാൽ കസ്തല്ലീനി പൊന്തസ്യോണ എന്നാണ്. പൊന്തസ്യോണ കസ്തല്ലീനി എന്ന് പറഞ്ഞാൽ ശരിയാണ്, രണ്ടും ശരിയാണ്. പൊന്തസ്യോണ കസ്തല്ലീനി എന്നാണ്. വിയ കാവൂർ എന്ന് പറഞ്ഞ്. അത് നമ്മുടെ ഞാൻ കാണുമ്പോൾ നമ്മുടെ ആശുപത്രിയുടെ മുകളിൽ കൂടെ കാണുന്നു. ജനങ്ങളൊക്കെ ഒത്തിരി പേര് കണ്ടു. ഇത് ഇറ്റലിയിലെ പല ഭാഗങ്ങളും ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ.